A+2 ചാനൽ ഇന്ന് നിങ്ങളുമായി വിശദീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡ് പല ആളുകൾക്കും ഉള്ള ഒരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് ഒക്കെയാണ് ഒരു പ്രൈമറി ഗവൺമെൻറ്റിൻ്റെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൻ്റെ ഒരു പ്രൈമറി ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത്. പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമുക്ക് നിർവഹിക്കേണ്ടി വരുന്നത് ഈ ഓഫീസുകളിലൂടെയാണ്. അതിൽ വില്ലേജ് ഓഫീസിൽ നിന്നും പലപ്പോഴും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് ശരിക്കും തൃപ്തികരമായ രീതിയിലുള്ള സേവനം വളരെ കുറച്ച് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. വില്ലേജ് ഒഫീഷ്യൽസ് പോലും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നിയമം ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന കാര്യത്തിലാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഉണ്ടാകുന്നത്. ഒന്നുകിൽ അജ്ഞത കൊണ്ടാണ്, ഇല്ലെങ്കിൽ ബോധപൂർവമാണ്. വേറെ ഇൻട്രസ്റ്റുകൾ ഉള്ള ചില ഉദ്യോഗസ്ഥരുണ്ട്, ചിലപ്പോൾ അവരും അതിനു വേണ്ടിയുള്ള താല്പര്യം കാണിക്കാറുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ എടുത്തു പറയുന്നത്, അത്തരം താല്പര്യമുള്ളവരുടെ കാര്യം മാത്രമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. പലപ്പോഴും ലാൻഡ് ടാക്സ് അടയ്ക്കുമ്പോൾ ചില വില്ലേജ് ഓഫീസർമാരെങ്കിലും ചില തർക്കം ഉന്നയിക്കാറുണ്ട്. അതിലൊരു പ്രധാന തർക്കമാണ് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നിലവിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ലാൻഡ് ടാക്സ് സ്വീകരിക്കില്ല. ഇത് ഒന്ന് പറയും. രണ്ടാമത് വേറെ ഒന്ന് പറയുന്നത്, പലപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന 2-3 കാര്യങ്ങളിൽ ആദ്യത്തേതാണ് ഞാൻ പറയുന്നത്. കേസ് പെൻഡിങ് ആണെങ്കിൽ ആ വിഷയം പറയും. രണ്ടാമതായി അവർ എപ്പോഴെങ്കിലും പറയുന്നത് ചിലപ്പോൾ റവന്യൂ റിക്കവറി ഉണ്ട്, അതുകൊണ്ട് ലാൻഡ് ടാക്സ് സ്വീകരിക്കില്ല. ചിലപ്പോൾ പറയാവുന്നത് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ലാൻഡ് ടാക്സ് സ്വീകരിക്കില്ല. ഇതെല്ലാം പെൻഡിങ് ആയതുകൊണ്ട്, നിലനിൽക്കുന്നതുകൊണ്ട് നിങ്ങളിൽ നിന്നും ഈ ഭൂമിയുടെ ലാൻഡ് ടാക്സ് സ്വീകരിക്കില്ല എന്നുള്ളതാണ്. ലാൻഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഭൂനികുതിയാണ്. നമ്മൾ വില്ലേജ് ഓഫീസിൽ കൊടുക്കുന്ന ഈ ഭൂനികുതി ഇത്തരം പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വില്ലേജ് ഓഫീസിൽ നിഷേധിക്കാറുണ്ട്. ഇത് ശരിയാണോ എന്നുള്ളതാണ് ഇന്ന് പരിശോധിക്കുന്നത്. ഇത് പൂർണ്ണമായും തെറ്റാണ്. യാതൊരു തരത്തിലും ലാൻഡ് ടാക്സ് അടയ്ക്കാൻ വരുന്ന ഒരാൾ, അയാൾ അതിൻ്റെ ഉടമസ്ഥനാണോ, അല്ലെങ്കിൽ അത് ലാൻഡ് ടാക്സ് അടയ്ക്കുന്നതിന് വേണ്ടി ഉടമ ചുമതലപ്പെടുത്തിയ വ്യക്തിയാണോ, മുൻപ് അടച്ച ലാൻഡ് ടാക്സിൻ്റെ റിസിപ്റ്റ് അയാൾ കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും ആ ഭൂമിയുടെ സർവേ നമ്പരും തണ്ടപ്പേരും മനസ്സിലാക്കിയിട്ട് ലാൻഡ് ടാക്സ് കളക്ട് ചെയ്യണം എന്നുള്ളതാണ് വ്യക്തമായ അവർക്ക് നിർദ്ദേശമുള്ളതും. അതുപോലെ തന്നെയാണ് കേരള ലാൻഡ് ടാക്സ് റൂൾസിലും അതുപോലെ ട്രാൻസ്ഫർ ഓഫ് രജിസ്റ്ററി റൂൾസിനകത്തും പറയുന്നത്. ഒരിക്കലും ഈ കാരണങ്ങളാൽ, അതായത് കേസ് നിലവിലുണ്ടെന്നോ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്നോ അങ്ങനെയുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഉണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാരണവശാലും ലാൻഡ് ടാക്സ് സ്വീകരിക്കാതിരിക്കരുത് എന്ന് തന്നെയാണ് ഈ ഇതിലൊക്കെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കേരള ലാൻഡ് ടാക്സ് റൂൾസിലും ട്രാൻസ്ഫർ ഓഫ് രജിസ്റ്ററി റൂൾസിനകത്തും പറയുന്നത്. ഈ റൂൾസിനകത്തൊക്കെ ഇത് പറയുമ്പോൾ ഉദ്യോഗസ്ഥർ വിരുദ്ധമായി ഇത് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഹൈക്കോർട്ടിൽ വന്നിട്ടുണ്ട്. ആ ഹൈക്കോർട്ടിൽ വന്നിട്ടുള്ള കേസിൽ പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയാം. തുളസി ഭായ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2010 കേരള ഹൈക്കോടതിയുടെ വിധിയാണ്. മറ്റ് പല വിധിയുമുണ്ട്. അതുപോലെ സുപ്രീം കോടതിയുടെ വിധി വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലാൻഡ് ടാക്സ് സ്വീകരിക്കുമ്പോൾ ലാൻഡ് ടാക്സ് ആ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഒരു തരത്തിലും, ഇല്ലെങ്കിൽ കോടതി അതല്ല പറയണം, ഇത് ലാൻഡ് ടാക്സ് സ്വീകരിക്കരുതെന്ന് കോടതി പറയണം. കോടതി അങ്ങനെ പറയുമോ? പറയൂല. കോടതിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കോടതി അത് പറയില്ല. അപ്പോൾ എടുക്കാനേ പറയൂ. ലാൻഡ് ടാക്സ് എടുക്കുന്നത് കൊണ്ട് വില്ലേജ് ഓഫീസർക്ക് യാതൊരു തരത്തിലുള്ള പ്രോബ്ലവും ഉണ്ടാകുന്നില്ല. ലാൻഡ് ടാക്സ് എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരാളുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഫിക്സ് ചെയ്യപ്പെടുന്നില്ല. അതാണ് അതിൻ്റെ പ്രധാന കാര്യം. അത് നേരത്തെ എപ്പിസോഡിൽ വിവരിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇനി അടുത്തൊരു കാര്യം, അഥവാ ലാൻഡ് ടാക്സ് ഇങ്ങനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കണം? സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകുന്ന സംശയമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വില്ലേജ് ഓഫീസർ സ്വീകരിച്ചില്ലെങ്കിൽ അതിൻ്റെ അപ്പക്സ് ബോഡി എന്ന് പറയുന്നത് തഹസിൽദാരാണ്, താലൂക്ക് തഹസിൽദാർക്ക് നിങ്ങൾ ഒരു പരാതി സമർപ്പിക്കുക. ഈ സർവേ നമ്പറിൽപ്പെട്ട എൻ്റെ ഭൂമിയുടെ നികുതി ഞാൻ മുമ്പ് അടച്ചിട്ടുണ്ട്, ആ നികുതി ഇപ്പോൾ സ്വീകരിക്കുന്നില്ല, പറയുന്നത് അവിടെ കേസ് നിലവിലുണ്ട് എന്നും മറ്റ് തർക്കങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എനിക്ക് ഈ ഭൂനികുതി അടയ്ക്കുന്നതിനുള്ള ഉത്തരവ് നൽകണം എന്ന് പറഞ്ഞ് തഹസിൽദാർക്ക് നിങ്ങളൊരു അപേക്ഷ കൊടുത്താൽ മതി. അദ്ദേഹവും നടപടി സ്വീകരിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പക്സ് സ്ഥലത്തിൽ, വില്ലേജിൻ്റെ അപ്പക്സ് സ്ഥലം. ഇനി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടായില്ലേ തീർച്ചയായും നിങ്ങൾക്ക് ജില്ലാ കളക്ടർക്കും ഇതുപോലൊരു പരാതി കൊടുക്കാം.
ഈ പരാതി കൊടുക്കുമ്പോൾ മുമ്പ് കൊടുത്ത പരാതിയുടെ കോപ്പി കൂടി അറ്റാച്ച് ചെയ്യുക. നിങ്ങൾ തഹസിൽദാർക്ക് കൊടുത്ത കോപ്പി കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ തഹസിൽദാർക്കും പെറ്റീഷൻ കൊടുത്തിട്ട് നടപടി ഉണ്ടായില്ല, അതുകൊണ്ട് ഇതിന്മേൽ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർക്ക് കൊടുക്കുക. അദ്ദേഹം അത് നിരസിച്ചാലോ? നമുക്ക് സാധാരണ രീതിയിൽ ഭൂമി സംബന്ധമായ വിഷയങ്ങളിൽ അവസാനത്തെ ഒരു സർക്കാരിൻ്റെ ഒരു ഒഫീഷ്യൽ അതോറിറ്റി ലാൻഡ് റവന്യൂ കമ്മീഷണറാണ്. ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും നമുക്ക് ഇതേപോലെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാം. നിശ്ചയമായും അദ്ദേഹം അതിനകത്ത് ഇടപെട്ടേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാൻഡ് ടാക്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കോടതിയിൽ കേസുണ്ടെന്നോ അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്നോ റവന്യൂ റിക്കവറി ഉണ്ടെന്നോ എന്നുള്ള ഒരു തരത്തിലുള്ള ഒബ്ജക്ഷനും വില്ലേജ് ഓഫീസർമാർ ഉയർത്തുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഞാൻ പറഞ്ഞ അതോറിറ്റീസിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്ത് മുന്നോട്ട് പോകണം. ഇതുപോലുള്ള വിവരങ്ങൾ ഇനിയും അടുത്ത എപ്പിസോഡിൽ വിവരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ലീഗൽ കൺസൾട്ടേഷൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാവരും വൺ വേഡ് ചോദ്യവും അതിന് വൺ വേഡ് ഉത്തരവും തരാനുള്ള സമയക്കുറവ് തീർച്ചയായും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിയമപരമായ ഉപദേശം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഗൽ കൺസൾട്ടേഷന് വേണ്ടി തന്നെ നിങ്ങൾ ടൈം അപ്പോയിൻമെൻറ്റ് വാങ്ങി നിങ്ങൾ വരിക. അങ്ങനെയാണെങ്കിൽ രേഖകൾ കൂടി പരിശോധിച്ചിട്ടാണ് അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഉചിതമായ മറുപടി നൽകുന്നത്. പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, രേഖകളൊന്നും പരിശോധിക്കാതെ ഒരു നിയമ ഉപദേശവും നൽകുന്നത് ഉചിതമല്ല. അതുകൊണ്ട് തന്നെ ആ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ തീർച്ചയായും വരുമ്പോൾ കൊണ്ടുവരേണ്ടതുണ്ടെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാ വിഷയവും നമ്മൾ കേസിന് പോകണമെന്നില്ല. ചില കാര്യങ്ങളിൽ കേസിന് പോകാതെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഞങ്ങൾ പരമാവധി അതിനാണ് ഞങ്ങളുടെ ക്ലയൻറ്റിനെ ഉപദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്, ഇത് ഉപയോഗിക്കാം. അവസാനം മാത്രമാണ് നമ്മളൊരു റിലീഫിന് നമ്മൾ കോടതിയിൽ പോകേണ്ടതുള്ളൂ. ആദ്യമേ കോടതിയിൽ പോകേണ്ട ഒരു കാര്യവും പലതിലും ചിലതിൽ വരും, എല്ലാത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നിലയിൽ അത് ഞങ്ങൾ അതിൻ്റെ കൃത്യമായ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമീപത്തുള്ള മറ്റ് അഭിഭാഷകരെ ബന്ധപ്പെടാം, അവരിൽ നിന്ന് നിങ്ങൾക്ക് ഉപദേശം സ്വീകരിക്കുകയും ചെയ്യാം. എല്ലാവരും ഞങ്ങളെ കാണണമെന്നല്ല പറയുന്നത്. നിങ്ങളുടെ സമീപത്തുള്ള അഭിഭാഷകരുണ്ടല്ലോ, ഞങ്ങൾ എറണാകുളത്താണ്, നിങ്ങൾ കാസർഗോഡുകാരനായ ഒരാൾ എറണാകുളത്ത് വന്ന് നമ്മുടെ ഉപദേശം സ്വീകരിക്കണമെന്നൊന്നും ഞങ്ങൾ പറയുന്നത്. അത് അവിടെയുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അവിടെ നിന്ന് ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട്, അത് മറ്റൊരു കാര്യം. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. മറ്റൊരു കാര്യം കൂടി ഇതുമായിട്ട് ചേർത്ത് പറയാനുള്ളത്, യൂട്യൂബ് ഇപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിനും കഴിഞ്ഞ കുറേ നാളുകളായി അവരുടെ എപ്പിസോഡിൻ്റെ ഭാഗമായി ഈ പ്രോഡക്റ്റുകളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറയുന്നുണ്ട്. കമ്മീഷൻ വ്യവസ്ഥയിലാണ്. ഞങ്ങളുടെ ചാനലിൻ്റെ താഴെ കുറേ പ്രോഡക്റ്റുകൾ കാണിച്ചിട്ടുണ്ട്. ആ പ്രോഡക്റ്റുകൾ നിങ്ങൾ ഞങ്ങളുടെ ഈ ലിങ്ക് വഴി വാങ്ങുകയാണെങ്കിൽ നല്ലൊരു റിഡക്ഷൻ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. വില കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു അവസരമാണ് യൂട്യൂബ് ഒരുക്കിയിരിക്കുന്നത്. താല്പര്യമുള്ളവർ ലിങ്കിൽ കാണിച്ചിരിക്കുന്ന ഈ പ്രോഡക്റ്റുകൾ, താഴെ കാണിച്ചിരിക്കുന്ന പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വാങ്ങാം. ഒരു നിർബന്ധവുമില്ല, താല്പര്യമുള്ളവർ മാത്രം വാങ്ങുക. ഈ ഭൂമി സംബന്ധമായി ഡിജിറ്റൽ സർവേയുടെ കാര്യമായാലും അതുപോലെ ലാൻഡ് കൺവേർഷൻ, ഭൂമി തരം മാറ്റമായാലും മറ്റ് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ എപ്പിസോഡുകളുണ്ട്. മുൻ എപ്പിസോഡുകൾ നിയമകാര്യങ്ങൾ കാണുന്നതാണെങ്കിൽ ഈ ചാനലിലെ പ്ലേ ലിസ്റ്റിൽ നിയമകാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ബിൽഡിംഗ് റൂൾസിന് അതുപോലെ ബിൽഡിംഗ് റൂൾസ് എന്ന് പറയുന്നത് പ്ലേ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഏത് വിഷയമാണോ അതെല്ലാം തന്നെ പ്ലേ ലിസ്റ്റിൽ വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പോയി കാണുകയും ചെയ്യാം.